കുന്നംകുളത്തെയും പീച്ചിയിലെയും പോലീസിന്റെ കസ്റ്റഡി മർദ്ദനത്തിന് പിന്നാലെ സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ അരങ്ങേറിയ പോലീസ് ക്രൂരതയുടെ ഓരോ വാർത്തകളുമാണ് ഈ ദിവസങ്ങളിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കുറ്റക്കാരായ പോലീസുകാർക്കെതിരെ എന്ത് നടപടിയാണ് ആഭ്യന്തര വകുപ്പ് സ്വീകരിക്കുന്നത്? വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങൾ വരുന്നുണ്ട്. അതിനിടെ കുന്നംകുളം പീച്ചി കസ്റ്റഡി മർദ്ദനങ്ങളിൽ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം അലയടിക്കുകയാണ്. അതിനിടെ തൃശൂർ പീച്ചിയിലെ പോലീസ് സ്റ്റേഷൻ മർദ്ദനത്തിൽ SI ആയിരുന്ന PM രതീഷിനെ സസ്പെൻഡ് ചെയ്തേക്കുമെന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. പ്രാഥമികമായി സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്താനാണ് നിർദ്ദേശമുള്ളത്. ദക്ഷിണമേഖല IG പക്കലുള്ള റിപ്പോർട്ടിൽ നടപടിയെടുക്കാൻ DGP നിർദ്ദേശം നൽകി. 2023 മെയ്യിലാണ് ഹോട്ടൽ ഉടമയായ ഔസേപ്പിനും മകനും മർദ്ദനമേറ്റത്. ഡാനി പോൾ ചേർന്നുണ്ട് വിവരങ്ങളുമായി. ഡാനി, ഈ 2023 മെയ്യിൽ നടന്ന സംഭവം, അതേ തുടർന്ന് ഔസേപ്പും മകനും ജില്ലാ പോലീസ് മേധാവിക്കടക്കം പരാതി നൽകിയതാണ്. ഇതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടും ഈ കുറ്റക്കാരായ ആരോപണ വിധേയരായ പോലീസ് ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്ന നിലപാടായിരുന്നു സ്വീകരിച്ചത്. അതിനുശേഷം വലിയ നിയമ പോരാട്ടം നടത്തേണ്ടി വന്നു ഔസേപ്പിനും കുടുംബത്തിനും. അതിനുശേഷമാണ് ഈ കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് പീച്ചിയിലെ പോലീസ് ക്രൂരതയുടെ തെളിവുകളും ദൃശ്യങ്ങളും കേരളം ഞെട്ടലോടെ കണ്ടത്. ഈ സംഭവത്തിന് പിന്നാലെ, ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ ഈ ആരോപണ വിധേയനായ SIയെ പുറത്താക്കണമെന്ന ആവശ്യമുണ്ട്, സസ്പെൻഡ് ചെയ്യണമെന്ന ആവശ്യം പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. നിലവിൽ രതീഷിനെ പ്രാഥമികമായി സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്താനുള്ള നിർദ്ദേശമുണ്ട്. എന്താണ് റിപ്പോർട്ടിൽ, ദക്ഷിണമേഖല IG റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്? ടോം, നടപടികളിലേക്ക് നീങ്ങുകയാണ് ആഭ്യന്തര വകുപ്പ്. കാരണം ഇത് വലിയ രീതിയിലൊരു നാണക്കേട്, അതായത് തുടർച്ചയായി ഉണ്ടാകുന്ന വിഷയങ്ങൾ, അതിൽ കുന്നംകുളം കഴിഞ്ഞ് അത് പീച്ചിയിലേക്ക് എത്തുമ്പോൾ നാണക്കേടിൻ്റെ അതിൻ്റെ ഒരു അളവുകോൽ കൂടുകയല്ലാതെ കുറയുന്ന രീതിയിലേക്കല്ല കാര്യങ്ങൾ പോകുന്നത്. പോലീസ് ഉദ്യോഗസ്ഥർ എങ്ങനെയാണ് പെരുമാറേണ്ടത്, ജനമൈത്രി പോലീസ് എന്നെല്ലാം തന്നെ വലിയ വീരവാദങ്ങൾ പറയുമ്പോൾ പോലും പോലീസ് സ്റ്റേഷനിൽ അകത്തേക്ക് വരുന്നവരോട് ഇവർ പെരുമാറുന്ന രീതിയാണ് ഏവരെയും ഞെട്ടിപ്പിക്കുന്നത്. അത് കുന്നംകുളത്തായാലും പീച്ചിയിലായാലും വലിയ രീതിയിൽ തന്നെ ഞെട്ടലുളവാക്കുന്ന സംഭവമാണ്. അതുമാത്രവുമല്ല, ഈ കൈക്കൂലി വാങ്ങാൻ ഇടനിലക്കാരെ തന്നെ ഇവർ സൃഷ്ടിച്ചെടുക്കുന്ന രീതിയിലേക്കെല്ലാം തന്നെ കാര്യങ്ങൾ പോകുന്നു. ഇത് വലിയ രീതിയിലുള്ള അമ്പരപ്പ ആഭ്യന്തര വകുപ്പിന് തന്നെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ പ്രധാനമായും ഇപ്പോൾ നോക്കുന്നത് ഈ PM രതീഷ് എന്ന് പറയുന്ന ആൾ. PM രതീഷ് ഇപ്പോൾ കൊച്ചി കടവന്ത്ര പോലീസ് സ്റ്റേഷനിലെ SHO ആണ്. അദ്ദേഹം നിലവിൽ 2 ദിവസം ഓണാവധിയായിരുന്നു. പക്ഷേ ഇന്നും അദ്ദേഹം ആ ഒരു അവധി ദീർഘിപ്പിച്ചിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ കുറ്റ വിമലാദിത്യയോട് ഏതെങ്കിലും രീതിയിലുള്ള അന്വേഷണം നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇതിപ്പോൾ കൊച്ചി സിറ്റിയിലോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു പരിധിയിലോ റേഞ്ചിലോ വരുന്ന കാര്യങ്ങളല്ല ഇപ്പോൾ നടന്നത്. ഇത് നേരത്തെ നടന്ന കാര്യങ്ങൾ മറ്റൊരു ജില്ലയിലാണ്. അതിനെക്കുറിച്ച് തനിക്ക് അറിയില്ല എന്ന് അദ്ദേഹം സൂചിപ്പിക്കുമ്പോൾ പോലും ഈ അവധി വീണ്ടും അത് തുടർന്നു എന്നത് ചില സൂചനകൾ തന്നെയാണ്. കാരണം ഇപ്പോൾ വന്നിരിക്കുന്ന കാര്യങ്ങൾ, ദൃശ്യങ്ങളും തെളിവുകളും എല്ലാം തന്നെ പുറത്തേക്ക് വരുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു പങ്ക് അതിൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, ഈ പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന ഒരാളോട് കാര്യങ്ങൾ ചോദിക്കുന്ന രീതിയും അവരോട് പെരുമാറുന്ന രീതിയും അത് ഞെട്ടലുളവാക്കുന്ന കാര്യങ്ങളാണ്. ഈ ഔസേപ്പ് എന്ന് പറയുന്ന ആളുടെ ഹോട്ടലിൽ നടന്ന സംഭവങ്ങൾ അത് അന്വേഷിക്കാൻ ചെല്ലുമ്പോഴാണ് അദ്ദേഹത്തിന് ഇത്തരം തിക്താനുഭവങ്ങൾ ഉണ്ടാകുന്നത്. അദ്ദേഹത്തിൻ്റെ മകൻ പോൾ ജോസഫിനെ അദ്ദേഹം സെല്ലിലേക്ക് ലോക്കപ്പ് ചെയ്യുന്ന സാഹചര്യങ്ങൾ വരെ ഉണ്ടാകുകയും ചെയ്യുന്നു. കേസെടുക്കുമെന്ന്, വധശ്രമത്തിന് കേസെടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊപ്പം തന്നെയാണ് പിന്നീട് ഈ പണം കൈമാറാനായിട്ട് ഈ പരാതിക്കാരൻ ഔസേപ്പിൻ്റെ അടുത്ത് ചെല്ലുകയും അതിൽ ഒരു വലിയ പങ്ക് പോലീസ് ഉദ്യോഗസ്ഥർക്കാണ്, SIക്ക് തന്നെയാണെന്ന് വെളിപ്പെടുത്തുകയും എല്ലാം തന്നെ ചെയ്യുന്നത്. അത് ആ രീതിയിലുള്ളൊരു കേസ് 2 കാര്യങ്ങളായിട്ട് പോകുന്നു. ഈ കൈക്കൂലി സംബന്ധമായി ആരോപണമാണുള്ളത്. പക്ഷേ ഈ ഒരു ഓഫീസിൽ വന്നയാളോട് പെരുമാറുന്ന രീതി ഒരിക്കലും നിരക്കാവുന്നതല്ല. അങ്ങനെ 2 കാര്യങ്ങളായിട്ട് പോകുന്നു. അതിൽ പോലീസ് സ്റ്റേഷനിൽ വന്നയാളോട് അപമര്യാദയായി പെരുമാറിയാളെ ആക്രമിക്കാൻ ചെല്ലുന്നു എന്ന കാര്യത്തിൽ ഗുരുതരമായ ചട്ടലംഘനമടക്കമുള്ള കാര്യങ്ങൾ വരും. അപ്പോൾ ഇക്കാര്യത്തിൽ ഹൈക്കോടതിയുടെ അടക്കം ഇടപെടലുണ്ടായി. കാരണം ആ ദൃശ്യങ്ങൾ ആദ്യഘട്ടത്തിൽ വിട്ടു നൽകിയിരുന്നില്ല. പിന്നീട് ഹൈക്കോടതിയെ സമീപിക്കുന്നു വിവരാവകാശ കമ്മീഷൻ മുഖേന. തുടർന്ന് മുന്നോട്ട് പോകുമ്പോഴാണ് ഈ ദൃശ്യങ്ങൾ വിട്ടു നൽകുന്നത്. ഇപ്പോൾ വന്നിരിക്കുന്ന കാര്യങ്ങൾ കോടതി നിർദ്ദേശപ്രകാരം തന്നെ ഈ അന്വേഷണം വീണ്ടും ഇയാളുടെ പരാതി പുനഃപരിശോധിക്കുക എന്ന രീതിയിലേക്ക് കോടതിയുടെ നിർദ്ദേശങ്ങൾ വന്നിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ PM രതീഷിനെതിരെ കൃത്യമായ രീതിയിൽ ആ കേസെടുത്ത് അന്വേഷിക്കേണ്ട കാര്യങ്ങളിലേക്കെല്ലാം ഒരുപക്ഷെ കോടതി നിർദ്ദേശം. അതിനിടെ ദക്ഷിണ മേഖല IG PM രതീഷിന്
കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയെന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. 15 ദിവസത്തിനകം രതീഷ് ഈ കാരണം കാണിക്കൽ നോട്ടീസിൽ മറുപടി നൽകേണ്ടതുണ്ട്. അതുവരെയും എന്തായാലും സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തിയേക്കാം. പക്ഷേ ഇവിടെ ഒരു പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ ചെന്ന ഹോട്ടൽ ഉടമയ്ക്കും മകനും ജീവനക്കാരനും നേരെ പോലീസിന്റെ അതിക്രമം ഉണ്ടാകുന്നു. അതിനുശേഷം പോക്സോ കേസിൽ മകൻ പോളിനെ കൊടുക്കുമെന്ന് പറയുന്നു. നിരവധി കള്ളക്കേസ് ഇവരുടെ മേൽ ചുമത്താനുള്ള, അതായത് വധശ്രമം ഉൾപ്പെടെയുള്ള കള്ളക്കേസുകൾ ചുമത്താനുള്ള നീക്കമുണ്ടാകുന്നു. അത് ഒഴിവാക്കണമെങ്കിൽ, അതായത് ഈ പരാതിയിൽ നിന്നും ആ ഹോട്ടലിൽ അതിക്രമം കാണിച്ച ആ യുവാവ് പിന്മാറണമെങ്കിൽ കൈക്കൂലി 5 ലക്ഷം രൂപ കൈക്കൂലി നൽകണമെന്ന ആവശ്യമുയരുന്നു. അതിൻ്റെ ദൃശ്യങ്ങളടക്കം ഈ ഔസേപ്പ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് മുൻപാകെ പുറത്തുവിട്ടതാണ്. അതായത് ഇവിടെ പോലീസ് അതിക്രമം, അതിനുശേഷം ഭീഷണിപ്പെടുത്തൽ, പോലീസ് ഉൾപ്പെടെ, അതായത് ആ യുവാവ് വാങ്ങിയ പണത്തിൻ്റെ ഒരു പങ്ക് പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൽകിയെന്ന ആക്ഷേപമുണ്ട്. ഈ വിഷയത്തിലടക്കം അന്വേഷണം നടക്കേണ്ടതാണ്. അങ്ങനെയെങ്കിൽ ഇവിടെ കുറ്റക്കാരനെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ സസ്പെൻഷനപ്പുറം സർവീസിൽ നിന്ന് പുറത്താക്കുന്ന കടുത്ത നടപടികളിലേക്ക് നീങ്ങുമോ ഡാനി? തീർച്ചയായും സസ്പെൻഷൻ അടക്കമുള്ള നടപടികൾ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ വന്നേക്കാം. കാരണം ഈ 15 ദിവസത്തെ ഒരു കാരണം കാണിക്കൽ നോട്ടീസ് അടക്കം അതിനുള്ളിൽ നൽകുക എന്ന് പറയുമ്പോൾ തന്നെ അതൊരു അച്ചടക്ക ലംഘനത്തിനുള്ള ഒരു നടപടികളിലേക്ക് കടന്നു കഴിഞ്ഞു. സ്വാഭാവികമായും ഇനി സസ്പെൻഷൻ അടക്കമുള്ള നടപടികൾ ഈ കാലയളവിൽ പ്രതീക്ഷിക്കുകയും ചെയ്യാം. എന്തായാലും വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ വലിയ രീതിയിലുള്ളൊരു നടപടികളിലേക്ക് നീങ്ങും, കടുത്ത നടപടികളിലേക്ക് നീങ്ങും. ഒന്നാമതായി കോടതിയുടെ പരിഗണനയിലേക്ക് കൂടി ഈ കാര്യങ്ങൾ വരുന്നു. പ്രത്യേകിച്ച് ഈ അടുപ്പിച്ചുള്ള പോലീസ് അതിക്രമങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഇതും കൂടി വരികയാണ്. മാത്രമല്ല ഈ കേസ് കോടതിയുടെ നിർദ്ദേശപ്രകാരം അന്വേഷിക്കാൻ കൂടിയുള്ള സാഹചര്യമുള്ളതാണ്. അപ്പോൾ കടുത്ത നടപടികൾ എടുക്കാൻ നിർബന്ധിതരാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഏതായാലും ഇതിൽ ഈ പരാതിക്കാരൻ്റെ അടക്കം, അതായത് ഈ ഹോട്ടലിൽ വന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷം അവിടെ ഈ വലിയ വിഷയങ്ങൾ ഉണ്ടാക്കിയാൽ ഇത് മനഃപൂർവ്വമാണെന്ന് പോലും ഹോട്ടൽ ഉടമ ഔസേപ്പിന് ചില സംശയങ്ങളുണ്ട്. അതുകൂടി അന്വേഷിക്കണം എന്ന് പറയുന്നുണ്ട്. ഇതിൽ എങ്ങനെയാണ് ഇവർ കൂടിച്ചേർന്നത്, എന്ത് കാരണങ്ങൾ കൊണ്ടാണ് ഇവർ ഈ രീതിയിലേക്ക് ഒരു വിലപേശൽ നടത്തിയത് എന്നതെല്ലാം പറയുമ്പോൾ പെട്ടെന്ന് ഒരു പരാതിക്കാരൻ ഉണ്ടാകുകയും ആ പരാതിക്കാരൻ വന്ന് പോലീസ് സ്റ്റേഷനിൽ 3 ലക്ഷം രൂപ അവർക്ക് കൊടുക്കാനുള്ളതാണെന്ന് എന്നെല്ലാം പറയുമ്പോൾ അതിലൊരു അസ്വാഭാവികത തീർച്ചയായും തന്നെയുണ്ട്. കാരണം ഒരാൾ വന്ന് പോലീസുകാരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർക്ക് ഇത്ര പണം നൽകേണ്ടതാണ് എന്ന് പറയുമ്പോൾ അതിൽ എത്രമാത്രം ആദ്യഘട്ടത്തിൽ വിശ്വസിക്കാൻ കഴിയുമെന്നറിയില്ല. കാരണം പോലീസുകാർ ഇങ്ങനെ ഒരാളെ പറഞ്ഞുകൂടും. ഒരു പരിചയം ഇപ്പോൾ കൈക്കൂലിയോ മറ്റോ വാങ്ങിക്കുന്നവരുണ്ടെങ്കിൽ തന്നെയും അത് ഇങ്ങനെ പെട്ടെന്നൊരു പരാതിക്കാരനെ അവർ അതിന് ഉപയോഗിക്കുമോ എന്നതെല്ലാം തന്നെ സംശയകരമായ സാഹചര്യമാണ്. അപ്പോൾ ഇവർക്ക് പരാതി ഉണ്ടായിരുന്നു. എന്താണ് ഈ പരാതിക്കാരൻ്റെ ആദ്യഘട്ടത്തിലുണ്ടായ പാലക്കാട് സ്വദേശിയുടെ ഒരു ട്രാക്ക് എന്താണ്, അതെല്ലാം തന്നെ പരിശോധിക്കേണ്ടത്, അതെല്ലാം തന്നെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ അത് ഈ കേസിൻ്റെ ഒരു മാനങ്ങൾ അത് വേറെ രീതിയിലേക്ക് തന്നെയെല്ലാം തന്നെ പോകും. ഇതെല്ലാം പരിശോധിക്കപ്പെടേണ്ടതാണ്. ഇപ്പോൾ വരുന്ന സംഭവങ്ങൾ കൃത്യമായിട്ട് തന്നെ വസ്തുതാപരമായിട്ട് തന്നെ പരിശോധിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. ഏതായാലും നടപടികൾ ഉണ്ടാകുമെന്ന കാര്യത്തിലേക്ക് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. കുന്നുംകുളത്തിന് പുറമെ പീച്ചിയും ആഭ്യന്തര വകുപ്പിനും സർക്കാരിനും ഒരു തീരാ തലവേദന എന്ന രീതിയിലേക്കെല്ലാം തന്നെ കാര്യങ്ങൾ പോവുകയാണ്. ഇപ്പോൾ പോലീസ് ഈ 2 സ്റ്റേഷനുകളിൽ നിന്ന് CCTV ദൃശ്യങ്ങളുടെ കാര്യങ്ങളും കഥകളുമാണ് പുറത്തേക്ക് വരുന്നത്. ഇനി എന്ത് എന്ന വലിയ ചോദ്യം ആഭ്യന്തര വകുപ്പിന് മുന്നിൽ ഉണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ടോം, തീർച്ചയായും അതാണ് ഡാനി. കാരണം ഇവിടെ ജനമൈത്രി പോലീസിന്റെ വികൃതമായ മുഖമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. കുന്നംകുളത്തും പീച്ചിയിലും മാത്രമല്ല, സംസ്ഥാനത്തെ മറ്റു പല പോലീസ് സ്റ്റേഷനുകളിലും ഒരു പരാതിയുമായി ആരെങ്കിലും പോലീസ് സ്റ്റേഷനെ സമീപിച്ചാൽ, പോലീസുകാരെ സമീപിച്ചു കഴിഞ്ഞാൽ അവിടെ വലിയ രീതിയിലുള്ള മാനസിക ബുദ്ധിമുട്ടുകൾ, ശാരീരികമായിട്ടുള്ള പീഡനം ഈ പരാതിക്കാർക്ക് പോലും ഏൽക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. ഡാനി, ഇവിടെ അതുകൊണ്ട് തന്നെയാണ് ഒരു മാതൃകാപരമായ നടപടി ഈ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ ഉദ്യോഗസ്ഥർക്കെതിരെ, ആരോപണവിധേയരായ ഉദ്യോഗസ്ഥർക്കെതിരെ എടുക്കണമെന്ന ആവശ്യം വരുന്നത്. കൃത്യമായ തെളിവുകളുണ്ട്. രണ്ടിടത്തും ദൃശ്യങ്ങൾ തന്നെ സത്യം പറയുന്നുണ്ട്, എന്താണ് സംഭവിച്ചതെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി കൂടുതൽ വിശദീകരണത്തിൻ്റെ പോലും ആവശ്യമില്ല, ഇവിടെ ആവശ്യമുണ്ട് ഇല്ലല്ലോ. കാരണം ഈ കാരണം കാണിക്കൽ നോട്ടീസിന് പോലും പ്രസക്തിയില്ല. ഇവർക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകേണ്ടതാണ്. അത്തരമൊരു നടപടി ഒരുപക്ഷെ DGP പോലും ഇതിനെ കഴിഞ്ഞ ദിവസം അപലപിച്ചിരുന്നു. ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്ന് ഒരു നിർദ്ദേശം തന്നെ നൽകിയിട്ടുണ്ട്. കാരണം DGPയുടെ സർക്കുലർ പോലും സാധാരണ വാഹന പരിശോധനയിൽ സാധാരണ ജനങ്ങളോട് പോലീസുകാർ മാന്യമായി പെരുമാറണം,
സാർ എന്ന് അഭിസംബോധന ചെയ്യണം എന്ന നിർദ്ദേശമൊക്കെ ഉണ്ടെങ്കിൽ പോലും ഏത് രീതിയിലുള്ള ഭാഷയാണ് പോലീസ് ഉദ്യോഗസ്ഥർ പോലീസ് സ്റ്റേഷനിൽ മാത്രമല്ല പൊതുസ്ഥലത്ത് പോലും സാധാരണ ജനങ്ങളോട് ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് വ്യക്തമായി അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഈ തുടർച്ചയായി ഇതുപോലുള്ള സംഭവങ്ങൾ വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഏത് രീതിയിലുള്ള ഒരു നടപടികളിലേക്കായിരിക്കും കാര്യങ്ങൾ നീങ്ങുക? ഡാനി. ടോം, പിരിച്ചുവിടൽ അടക്കമുള്ള ഈ കടുത്ത നടപടികളിലേക്ക് പോകുന്നെങ്കിൽ അതിന് കൃത്യമായ രീതിയിലുള്ള ചട്ടങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ പാലിക്കേണ്ടതുണ്ട്. മാത്രവുമല്ല കൃത്യമായ ഒരു അന്വേഷണം നടത്തണം. ഇപ്പോൾ ഒരു പരിധിവരെ ഇതൊരു പകുതി ഭാഗം ആരോപണം എന്ന രീതിയിൽ തന്നെയാണ് നിലനിൽക്കുന്നത്. പ്രത്യേകിച്ച് ഈ പണം നൽകിയതടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായ തെളിവുകളും കാര്യങ്ങളും എല്ലാം തന്നെ വേണം. കാരണം ഇതൊരു പരാതിയുടെ അടിസ്ഥാനത്തിൽ മാത്രം മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയില്ല. പക്ഷേ പോലീസ് സ്റ്റേഷനകത്ത് നടന്ന സംഭവങ്ങൾ, അതിൽ തെളിവുകളുണ്ട്, കാര്യങ്ങളുണ്ട്, അതിൽ കൃത്യമായ നടപടികളെടുത്ത് പോകാനായിട്ട് കഴിയും. പക്ഷേ അതേസമയം തന്നെ ഈ പണം കൈമാറി അത് പോലീസുകാർക്ക് വേണ്ടിയുള്ളതാണ് എന്നതെല്ലാം തന്നെ പറയുമ്പോൾ അതിൽ കുറേ കൂടി അന്വേഷണം വേണം. കാരണം ഇവർക്കത് പണം കൈമാറിയിട്ടുണ്ട്, അതിൽ ഏതെങ്കിലും രീതിയിലുള്ള തെളിവുകളുണ്ടോ, ഈ പണം സംബന്ധിയായ കാര്യങ്ങളിൽ ഇയാൾക്ക് പരാതിക്കാരൻ പാലക്കാട് സ്വദേശിക്ക് എന്താണ് പറയുവാനുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ശേഖരിക്കുകയും വേണം. പക്ഷേ ഇതിനകത്തേക്ക് ഒരു സാധാരണ ഒരു പൗരൻ പോലീസ് സ്റ്റേഷനകത്തേക്ക് വരുമ്പോൾ അയാൾക്ക് ലഭിക്കേണ്ടതായ സ്വീകാര്യതയുണ്ട്, അയാൾക്ക് അയാൾ അർഹിക്കുന്ന ബഹുമാനവും കാര്യങ്ങളും എല്ലാം തന്നെയുണ്ട്. ഒന്നും നൽകാതെ തന്നെ അയാളെ അയാളെ ആക്രമിക്കാൻ വരുന്നു, അവിടെയുള്ള ഫ്ലാസ്ക് എടുത്ത് പോലും അയാളെ അടിക്കാനായിട്ട് ഓങ്ങുന്നു എന്നെല്ലാം പറയുന്നത്. ഒരു കാരണവും തങ്ങളോട് അന്വേഷിച്ചില്ല എന്നതാണ് ഈ ഹോട്ടൽ ഉടമ പറയുന്നത്. അത്തരം കാര്യങ്ങളിൽ ശക്തമായ നടപടികൾ ഉണ്ടാകണം. കാരണം അല്ലായെങ്കിൽ ഇത് ഒരു സാധാരണക്കാരന് ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് വന്നു നിന്നുകൊണ്ട് കാര്യങ്ങൾ പറയാൻ കഴിയില്ലാത്ത രീതിയിലേക്ക് ഈ കാര്യങ്ങൾ പോകും. ഇവിടുത്തെ ഒരു ക്രമസമാധാന പ്രശ്നത്തിന് അത് വലിയ രീതിയിലുള്ളൊരു വിഘാതങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും. മാതൃകാപരമായ നടപടികൾ വേണം ഈ കാര്യങ്ങളിലെല്ലാം എന്ന എല്ലാ കോണുകളിൽ നിന്ന് തന്നെ ആവശ്യങ്ങൾ ഉയരുന്നുണ്ട്. അപ്പോൾ ഈ പോലീസുകാരുടെ ഈ റൂൾ ഇതനുസരിച്ചുകൊണ്ട് തന്നെ, സർക്കാർ നിയമാവലി അനുസരിച്ചുകൊണ്ട് തന്നെ സ്വീകരിക്കാവുന്ന നടപടികളുടെ അതിൻ്റെ ഒരു നിന്നുകൊണ്ട് ഏറ്റവും കടുത്ത നടപടികളിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കുന്നംകുളം കേസിൽ അവരെ പിരിച്ചുവിടുന്നതിൻ്റെ കാരണങ്ങളുടെ സാധ്യതകളടക്കം ആരാഞ്ഞിരുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം അവർക്ക് നേരെയുണ്ടായ ഈ അതിക്രമങ്ങളിലും തന്നെ ഇവിടെ വരുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ സ്വീകരിക്കാവുന്ന നടപടികൾ, അതിൻ്റെ ഒരു കാഠിന്യം ഏതാണ്, സർവീസ് പരമായി ഏതെല്ലാം പരമാവധി ശിക്ഷ കടുപ്പിക്കാമെന്നതെല്ലാം തന്നെ അന്വേഷിക്കുന്നുണ്ടാകും. സ്വാഭാവികമായും DIGക്ക് നൽകുന്ന മറുപടി കൂടി ഈ കാര്യത്തിൽ പരിഗണിക്കും. എന്താണ് ഇയാൾക്ക് പറയുവാൻ, സ്വാഭാവികമായും അതുകൂടി പരിഗണിക്കപ്പെടേണ്ടതാണ്. ഇയാൾക്ക് എന്താണ് പറയുവാനുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വിശദീകരണം തേടിയ ശേഷമായിരിക്കും മറ്റ് നടപടികളിലേക്ക് പോകുക. ആ വിശദീകരണത്തിൽ വേറെ ഏതെങ്കിലും വാദങ്ങൾ ഉന്നയിക്കുന്നുണ്ടോ എന്നതുകൂടി പരിശോധിക്കേണ്ടതുണ്ട്. വ്യക്തമാണ്. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. ഈ കുന്നംകുളത്തിനും പീച്ചിക്കും പിന്നാലെ ഇപ്പോൾ പത്തനംതിട്ട അടൂർ പോലീസിനെതിരെയും ഗുരുതരമായ ആരോപണം, പരാതി ഉയർന്നു വരുന്നുണ്ട്.